Hi students, welcome back. In our last module we discussed how to find the increasing and decreasing of a function. Now we are going to find the intervals in which the function are increasing or decreasing. നേരത്തെ പഠിച്ചതിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് നമ്മൾ കാണാൻ പോകുന്നു. അപ്പം ടു ഫൈൻഡ് the intervals in which the function f of x is equal to ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരും. let it be 10 minus 6x minus 2x square. Find intervals in which the function is increasing and decreasing. Polynomial functions ഇവിടെ തന്നിരിക്കുന്ന polynomial function in the domain set of all real numbers ആണ്. നമുക്കറിയാം ഇതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് എപ്പോഴും എല്ലാവർക്കും അറിയാം, അതൊരു പാരബോല ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനൊരു പാരബോല വരുന്നെങ്കിൽ ഇതൊരു ഇൻ്റർവെല്ലിൽ ഇപ്പോൾ പാരബോല എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ ഇവിടെ എന്താ, കോയിഫിഷ്യൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻവേർട്ടഡ് ഷേപ്പാണ് വരിക. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒരു പോയിന്റ് വരെ ഇൻക്രീസ് ചെയ്യും. ഇവിടുന്ന് തുടങ്ങി -∞ to ∞ ആണ് ഇതിൻ്റെ ഡൊമൈൻ. -∞ to ∞ ഏതോ ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യുന്നത്, ടേൺ ചെയ്തിട്ട് പിന്നെ ബാക്കി എന്താവും താഴേക്ക് വരും. അപ്പോൾ ഇൻക്രീസിങ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്, എവിടെയോ ഒരു പോയിന്റ്, ഈ പോയിന്റാണ് നമുക്ക് കാണുന്നത്. ഈ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേര് ക്രിട്ടിക്കൽ പോയിന്റ്, അല്ലെങ്കിൽ എന്ത് വിളിക്കാം, ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ടേണിംഗ് പോയിന്റ് വിത്ത് ദ കർവ് ടേൺസ്, അല്ലെങ്കിൽ സ്റ്റേഷനറി പോയിന്റ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സൊല്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് ഇത് ചെയ്യാം. f of x is equal to the given function is 10 minus 6x minus 2x square. സ്റ്റെപ്സ് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. ആദ്യം തന്നെ -6 minus 4x, taking -2 outside we get 3 plus 2x. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു. For stationary points അല്ലെങ്കിൽ critical points, put f dash x is equal to 0 and solve. We get f dash x is equal to 0 കൊടുത്താൽ -2 times 3 plus 2x equal to 0. That implies 3 plus 2x equal to 0. We get x is equal to -3/2. അപ്പോൾ -1.2 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് ടേൺ ചെയ്യുന്നത്. ഇവിടെ വരച്ച ഫിഗറിൽ റൈറ്റ് സൈഡിലാണ് ഗ്രാഫ്. ശരിക്കും ഇവിടെ വരുമ്പോൾ -1.5 മീൻസ് -1 -2. ദെൻ ഈ -1.5 ഇവിടെ ഉണ്ട്. ഇതിൻ്റെ നേരിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഗ്രാഫ് എങ്ങനെ വേണമെങ്കിൽ വരാം, എവിടെയാണ് വെച്ചിട്ടാണ് ടേണിംഗ് പോയിന്റ് മാത്രം നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി തന്ന ഇൻ്റർവെല്ലിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് -∞ to ∞ ആണ് ഇവിടെ ഉള്ളത്. -∞ to ∞. ഡൊമൈനിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. -∞ to -∞ plus ∞. ടേണിംഗ് പോയിന്റ് ഈസ് -1.5. അപ്പോൾ ഇതിൽ എത്ര ഇൻ്റർവെൽസ് ഉണ്ട്? 2 ഇൻ്റർവെൽസ് ആണുള്ളത്. ഫസ്റ്റ് ഇൻ്റർവെൽ -∞ to -1.5. The second interval is open interval -1.5 to ∞. 1.5 എന്ന് പറയുന്ന പോയിന്റ് ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇൻ്റർവെൽസ് ആയിട്ട് പറയണമെങ്കിൽ 2 ഇൻ്റർവെൽസ് ആണുള്ളത്. നമുക്കതിനെ f dash xൻ്റെ സൈൻ നോക്കി നമുക്ക് എന്ത് പറയാം, ഇനി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടേബിൾ പോലെ ഫോം ചെയ്യാൻ വേണമെങ്കിൽ ഇൻ്റർവെൽസ് കണ്ടുപിടിച്ചു. ഇനി സൈൻ ഓഫ് f dash x കാണാം. Then we say the function is increasing or decreasing. Okay, here sine of f dash x. f dash x is equal to എന്തായിരുന്നു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താ, f dash x is equal to, it is -2 times 3 plus 2x. -2 times 3 plus 2x. -2 into 3 plus 2x. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് ഇവിടെ എടുക്കാം. ഇതിനകത്ത് ഏത് പോയിന്റ് വേണമെങ്കിലും കൊടുക്കാം. ഇതിനകത്ത് f dash x. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് തന്നെ നമ്മൾ എടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് -1.6. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -2 ഈസ് നെഗറ്റീവ് ആൻഡ് 3 plus 2 times -1.6, that is 3 minus 3.2. Again it is negative, we get positive. Then we say that first derivative sign is positive,
ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ആയതുകൊണ്ട് എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അക്കോർഡിംഗ് ടു അവർ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. നെക്സ്റ്റ് -1.2 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. ദെൻ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് നമുക്ക് എന്തെടുക്കാം, -1.4 എടുക്കാം. സൈൻ ഓഫ് -2 ഈസ് നെഗറ്റീവ്. 3 + 2 times -1.4, 3 - 2.8 is positive. Negative into positive it is negative. Then the function is decreasing. ഇപ്പോൾ ഏത് ഇൻ്റർവെല്ലാണ് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, -1.5 വരെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ -ഇൻഫിനിറ്റിയിൽ തുടങ്ങി -1.5 വരെ ഇറ്റ് ഈസ് ഇൻക്രീസസ് ആൻഡ് റീച്ച് ദ മാക്സിമം. ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാക്സിമം മിനിമം. ഇപ്പോൾ ഈ നമ്പറിൽ എക്സ് ആക്സിസിൽ 1.5 എന്നുള്ള പോയിന്റിന് നേരിട്ടാണ് എന്താവുന്നത്, അത് ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്തു, ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സൈൻ പോസിറ്റീവാണ്, ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമത്തിലെത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സൈൻ നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് സൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ വി സേ ദാറ്റ് ദ പോയിന്റ് ഈസ് ദാറ്റ് ഈസ് എക്സ് = -1.5 ഇസ് ദ പോയിന്റ് ഓഫ് മാക്സിമ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈ ആക്സിസിൽ നോക്കുകയാണെങ്കിൽ വി ഗെറ്റ് ദ മാക്സിമം വാല്യൂ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു മാക്സിമ ആൻഡ് മിനിമ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് സൈൻ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആവുകയാണെങ്കിൽ വി സേ ദ ഫംഗ്ഷൻ ഈ പോയിന്റ് ഈസ് പോയിന്റ് ഓഫ് മാക്സിമ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ, സോ f of x is increasing on -infinity to -1.5 and the function is decreasing on the interval -1.5 to positive infinity. ഈ പ്രോബ്ലം കൂടെ നമുക്കിതിൽ ചെയ്യാം. ഓക്കെ, question number 2, find the intervals on which the function is increasing or decreasing. ഒരു ക്യൂബിക് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം, x³ - 12x² + 36x + 17. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് f dash x is equal to 3x² - 24x + 36 ഫാക്ടറൈസ് ചെയ്യാം. 3 പുറത്തേക്ക് എടുത്താൽ x² - 8x + 12 equals 3 times x - 2 into x - 6. Next step, for turning points or stationary points, ഏതൊക്കെ പോയിന്റ്സിലാണോ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്നത് അതെല്ലാം ടേണിംഗ് പോയിന്റ് എന്ന് പറയും. f dash x is equal to 0, we get 3 times x - 2 into x - 6 equal to 0. We get x is equal to 2 or 6. x is equal to 2 or 6. നെക്സ്റ്റ് നമുക്ക് നമ്പർ ലൈൻ വരച്ചിട്ട് ഇൻ്റർവൽസിന് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഫ്രം -infinity to infinity, divide the entire domain into 3 intervals, -infinity to 2, positive 2, 2 to 6, 6 to infinity. 2 ഉം 6 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 2 ഉം 6 ആണ് ടേണിംഗ് പോയിന്റ്. ഇവിടെ 3 ഇൻ്റർവൽസ് ഉണ്ട്. ഇതിൽ ഓരോന്നിലും നമുക്ക് സൈൻ കാണാം. ഇൻ്റർവൽസ് എഴുതാം ആദ്യം, ഇൻ്റർവൽസ്, അത് കഴിഞ്ഞാൽ എന്താ, സൈൻ ഓഫ് f dash x, then we say increasing, the function is increasing or decreasing. ആ ഇൻ്റർവെല്ലിൽ എന്താണ് സ്വഭാവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കൊരു ടേബിൾ ഫോം ചെയ്യാം. ഓരോ ഇൻ്റർവെൽസും നമ്മൾ കാണണം. എത്ര ഇൻ്റർവെൽസ് ഉള്ളത്, 3 ഇൻ്റർവെൽസ് ഉണ്ട്. 3 ഇൻ്റർവെൽസ് നമുക്ക് അതിൽ സൈൻ ചെക്ക് ചെയ്യാം. ഓക്കെ, -infinity to 2, 2 to 6 and 6 to infinity. ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. 2നേക്കാൾ കുറവുള്ള ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ 1.9 തൊട്ട് അടുത്തുള്ള പോയിന്റ് എടുക്കാം. ദെൻ ദ സൈൻ ഈസ് 3 times f dash x is 3 into x - 2, 3 times x - 2 into x - 6. അതിൽ 3 പോസിറ്റീവ് ആണ്, പോസിറ്റീവ്. 1.9 - 2 is negative. 1.9 - 6 is negative. We get positive. Then we say that the function is increasing. Next, sin of 3 is positive. 2 to 6 നമ്മൾ തൊട്ടടുത്ത് 2ൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ്, we take 2.1 or 5.9. 2നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ 6ൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ഇതിനകത്തുള്ള ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. നമുക്ക് 2.1 - 2 is positive. 2.1 - 6 is negative. We get negative. We say that the function is decreasing. First derivative sign negative ആണെങ്കിൽ decreasing. Next, positive.
3 is positive. 6.1, take 6 നേക്കാൾ വലിയ number 6 to infinity, we take 6.1. 6.1 minus 2 is positive. 6.1 minus 6 is again it is positive. Total positive ആയി. P interval എന്താ increasing ആണ്. Therefore f of x is increasing on the interval minus infinity to 2 union 6 to infinity. അതുപോലെ ഫംഗ്ഷൻ എവിടെ ഡിക്രീസ് ചെയ്തത്? f of x is decreasing on the interval 2 to 6. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3, f of x is equal to നേരത്തെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ക്യൂബിക് ഫംഗ്ഷൻ ചെയ്തു. ഇനി കുറച്ചുകൂടെ വലിയ ഡിഗ്രിയുള്ള ഫംഗ്ഷൻ, ദിസ് 5th ഡിഗ്രി ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ x minus 1 whole cube into x minus 2 whole square എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. പക്ഷേ 5th ഡിഗ്രി ആവും. 4th ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡയറക്ട്ലി വി ഫൈൻഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസിങ് പ്രോഡക്റ്റ് റൂൾ. ദിസ് ഫസ്റ്റ് ഫംഗ്ഷൻ x minus 1 whole cube into 2 times x minus 2 plus second function is x minus 2 whole square into 3 times x minus 1 whole square. First function into derivative second plus second into derivative first. Taking x minus 1 whole square പുറത്തേക്ക് എടുക്കാം and x minus 2 പുറത്തേക്ക് എടുക്കാം. We get 2 times x minus 1 plus 3 times x minus 2. Factorize x minus 1 whole square into x minus 2 into, here we get 2x minus 2 plus 3x minus 6 x minus 1 whole square into x minus 2 into, can write 5x minus 8. For turning points or critical points or stationary points, first derivative equals 0, then solve. And we get x minus 1 whole square into x minus 2 into 5x minus 8 equal to 0. We get x is equal to 1, 2 and 8 by 5. ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് ഇൻ്റർവൽസ് ആക്കാം. 3 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എത്ര ഇൻ്റർവൽസ് വരും നോക്കാം. ജസ്റ്റ് ഒരു നമ്പർ ലൈൻ ഇവിടെ വരയ്ക്കാം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം ഇൻ്റർവൽസ് ആയിട്ട്. ഇതിൽ ഏറ്റവും ചെറുത് 1, 2. ദിസ് ഈസ് 8 by 5 പറഞ്ഞാൽ എത്ര വരാം? ഇറ്റ് ഈസ് 1.6 ഐ തിങ്ക്. 1.6 ആണ് വരുന്നത്. അപ്പോൾ 1 × 2 ഇടയിലാണ് 1.6. ഇവിടെ 1, 1.6, that is 5 by 8. Sorry, 8 by 5. Then 2. ഇപ്പോൾ എത്ര ഇൻ്റർവൽസ് ആയി ഇവിടെ? Sign of f dash x in each interval, and then increasing and decreasing. Same way നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, എത്ര ഇൻ്റർവൽസ് ഉണ്ട്? 1, 2, 3, 4 ഇൻ്റർവൽ. 1, 2, 3 and 4. ഓരോ ഇൻ്റർവെല്ലിലും എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ നമുക്ക് ചെക്ക് ചെയ്യാം. പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്. അത്രയേ ഉള്ളൂ. ഓരോ ഇൻ്റർവെൽസിനും എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ കാണണം. പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ എന്താ? ഡിക്രീസിങ്. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർവെൽ ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു 1, നെക്സ്റ്റ് ഈസ് 1 to 1.6, തേർഡ് ഈസ് 1.6 to 8 by 5 എന്ന് പറയുമ്പോൾ 5 8 1 times minus 3 36. 1.6 to 2 to infinity. Okay, first interval f dash x, ഇതാണ് f dash x. ഇതിൻ്റെ സൈൻ നോക്കുമ്പോൾ x minus 1 whole square ഏത് ഇൻ്റർവൽ ആയാലും ഇറ്റ് വിൽ ബി പോസിറ്റീവ്. നെക്സ്റ്റ് 1 correct ഞാൻ നമ്പർ, that is let it be 0.9. 0.9 minus 2. 0.9 minus 2 is negative. Then 0.9 into 5. 0.9 into 5 is finance of 45. 4.5 minus 8. Again it is negative. We get answer as positive, negative, negative. It is positive. That then it is increasing. Next, in the interval 1 to 1.6, 1നേക്കാൾ ചെറിയൊരു വലിയൊരു നമ്പർ, 1നേക്കാൾ വലുത്, that is 1.1. We take 1.1. 1നേക്കാൾ വലുത്, x minus 1 whole square is always positive, and 1.1 minus 2 is negative. 1.1 ഇവിടെ substitute ചെയ്താൽ 5 into 1.1, that is 5 into 5.5 minus 8, it is negative. Then we get positive, again it is increasing. Next 1.6നേക്കാൾ വലിയ നമ്പർ പറയുമ്പോൾ we take
1.7 എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ 1.9 എടുക്കാം, 2-നേക്കാൾ ചെറുത്, അല്ലെങ്കിൽ 1.6-നേക്കാൾ വലുത്, 1.7 എടുക്കാം. പോസിറ്റീവ് ഹോൾ സ്ക്വയർ എന്തായാലും പോസിറ്റീവ്. 1.7 minus 2 is it is negative. 1.7 into 5, 1.7 17 5 is 50, 35, 85. 8.5 minus 8, it is positive. Then we get negative. Negative ആണെങ്കിൽ ഇവിടെ എന്താ decreasing. Next positive 2-നേക്കാൾ വലിയ number, we take it as 2.1. Then 2.1 minus 2 is positive. 2.1 into 5, that is more than 10. 10 minus 8 is, it will be positive. Then it is increasing. Then f of x is increasing on minus infinity to 1 union 1 to 1.6 union 2 to infinity, and it is decreasing on 1.6 to 2. I think ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അതാണ് ഇൻക്രീസിങ് ഡിക്രീസിങ്. അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൽ 2 ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഒന്ന് വിത്തൗട്ട് യൂസിങ് ഡെറിവേറ്റീവ്സ്, പിന്നെ യൂസിങ് ഡെറിവേറ്റീവ്സ്. യൂസിങ് ഡെറിവേറ്റീവ്സിൽ തന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിനെ നമ്മൾ ഇൻ്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കാണണം. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂളിൽ, അതായത് നെക്സ്റ്റ് വീഡിയോസ്, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് മാക്സിമം മിനിമം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.